Good morning. Today start with the second module 2. Continuous distribution. Module 1 discrete distribution ആയിരുന്നു. Module 2 എന്ന് പറയുന്നത് continuous distribution ആണ്. Continuous distribution density function ആണ് പറയുന്നത്. Let x be a continuous random variable. Let capital Fx be a function defined by capital Fx ആണ് define ചെയ്തിരിക്കുന്നത്. Capital F of x is the probability of x less than or equal to small x. Then capital F of x is called the cumulative distribution function. Capital F of x ഇനെയാണ് cumulative distribution function or distribution function എന്ന് പറയുന്നത്. Let a small f of x is equal to d by dx of capital F of x. Then f of x is called the probability density function. ഈ f of x ഇനെയാണ് probability density function എന്ന് പറയുന്നത്. f of x is a PDF. f of x ഒരു PDF ആകണമെങ്കിൽ then minus infinity to infinity f of x dx is equal to 1. In continuous case f of x PDF ആകണമെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കണം. നമ്മുടെ ഡിസ്ക്രീറ്റ് കേസിൽ എന്താണ് പറഞ്ഞത്? എഫ് ഓഫ് എക്സ് PDF ആകണമെങ്കിൽ സമ്മേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതേപോലെ കണ്ടിന്യൂസ് കേസിൽ എഫ് ഓഫ് എക്സ് PDF ആകണമെങ്കിൽ ഇൻ്റഗ്രേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കണം. ഇത് പ്രോബ്ലം ചെയ്യാൻ വേണം. ഓക്കെ, ഇനി സ്മാൾ എഫ് ഓഫ് എക്സും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സും തമ്മിലുള്ള റിലേഷനാണ് ലഭിക്കുന്നത്. സ്മാൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ സ്മാൾ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഡി ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് ഓഫ് സ്മാൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് സ്മാൾ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ദെൻ എക്സ്പെക്റ്റേഷൻ, നമ്മൾ ഡിസ്ക്രീറ്റ് കേസിൽ എക്സ്പെക്റ്റേഷൻ പഠിച്ചതാണ്. കണ്ടിന്യൂസ് കേസിൽ വരുമ്പോൾ എന്ത് ഡിഫറൻസേ ഉള്ളൂ? ഇൻ്റഗ്രേഷനാണ് വരുന്നതേ ഉള്ളൂ ഡിഫറൻസ്. ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ദെൻ ദ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഡിനോട്ടഡ് ബൈ ഇ ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് expectation of x is equal to integration minus infinity to infinity x into f of x dx and expectation of x square is equal to minus infinity to infinity x square into f of x dx. ഡിസ്ക്രീറ്റ് കേസിലെ പോലെ തന്നെയാണ്. ഡിസ്ക്രീറ്റ് കേസിൽ ഇവിടെ സമ്മേഷൻ വരും, കണ്ടിന്യൂസ് കേസിൽ ഇൻ്റഗ്രേഷൻ വരും. ലിമിറ്റ് അവർ തന്നിരിക്കും, ലിമിറ്റ് തന്നില്ലെങ്കിൽ ഈ ലിമിറ്റ് വേണം എടുക്കാനും. ലിമിറ്റ് എപ്പോഴും എക്സാം ക്വസ്റ്റിനകത്ത് തന്നിരിക്കും. ദെൻ ഡിസ്ക്രീറ്റ് കേസിലെ പോലെ തന്നെ മീൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. ദെൻ ഇതിന് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് പ്രോബ്ലം, if f of x is equal to f of x is equal to k into e raised to minus a square x, x greater than or equal to 0, otherwise is the probability density function of a random variable x, find k and expectation of x. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഇതൊരു PDF ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും കണ്ടുപിടിക്കണം. നമുക്കറിയാമല്ലോ എഫ് ഓഫ് എക്സ് ഈസ് എ PDF, then മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. ഇവിടെ ലിമിറ്റ് നോക്കി, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ എന്താണ്? കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ആണ്. ഈക്വൽ ടു 0 അതർവൈസിൽ 0 വന്നിരിക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മീൻസ് എന്താ വന്നിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ 0 തൊട്ട് ഗ്രേറ്റർ ദാൻ 0 തൊട്ട് എവിടം വരെ പോകുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എവിടം വരെ പോകുന്ന അർത്ഥം ഇൻഫിനിറ്റി വരെ. 0 ടു ഇൻഫിനിറ്റി വരെ എന്താണ്? കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ നമ്മൾ എഴുതി ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ഡി എക്സ്. ബാക്കി ഏത് വാല്യൂ വന്നാലും, ബാക്കി ഏത് വാല്യൂ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ, അപ്പോൾ ബാക്കി ഏത് വാല്യൂ എന്നാൽ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു 0 ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഇത് നമുക്ക് മിക്കവാറും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതിനകത്തുള്ളത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദെൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. കെ കോൺസ്റ്റൻ്റ് ആണ്, കെ ഇൻ്റഗ്രേഷന് പുറത്ത് വരും. ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യണം, എന്നിട്ട് ലിമിറ്റും കൊടുക്കണം. ഓക്കെ, ദെൻ ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ത് വരും? ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു എക്സ് തന്നെ. ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് എ സ്ക്വയർ. അറിയാമല്ലോ എല്ലാവർക്കും.
കെ കോൺസ്റ്റൻ്റ് ആണ്. ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് എ സ്ക്വയർ. ഓക്കെ, ഇവിടെ കിട്ടി നമുക്ക് കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് എ സ്ക്വയർ ഇൻ്റഗ്രേഷൻ 0 to ഇൻഫിനിറ്റി ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദെൻ ലിമിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇ റേസ് ടു ഇൻഫിനിറ്റി 1 ആണ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ് ഇ റേസ് ടു 0 ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ലോവർ ലിമിറ്റ് കൊടുത്തു ഇ റേസ് ടു 0 ബൈ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി അതായത് 0 മൈനസ് ഇ റേസ് ടു 0 ഇ റേസ് 0 1 ആണ്. 1 ബൈ മൈനസ് എ സ്ക്വയർ. ഇപ്പോൾ 2 മൈനസ് വരും, അത് പ്ലസ് ആയി മാറും. ദാറ്റ് ഈസ് 1 ബൈ എ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് കെ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇതിൽ നിന്ന് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് കെ ഈക്വൽ ടു എ സ്ക്വയർ. ഇത് മനസ്സിലായില്ലെങ്കിൽ പറയണം, ലിമിറ്റ് കൊടുക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ മതി. കെ ഈക്വൽ ടു എ സ്ക്വയർ നേട്ടി. ഇനി അതേപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഡെഫിനേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇസ് ഈക്വൽ ടു നമ്മുടെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി അല്ല 0 to ഇൻഫിനിറ്റി എക്സ് അതുപോലെ എഴുതി എഫ് ഓഫ് എക്സ് എഴുതുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കെയുടെ വാല്യൂ കിട്ടി എ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ഡി എക്സ്. എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്ത് വന്നു. ദെൻ ഇത് എന്താണ് നിൽക്കുന്നത്? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. അപ്പോൾ ഞാൻ ഇതിനെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ മൈനസ് എ സ്ക്വയർ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇവിടെ ആണ് ഇനി നോക്കണം, ഇനി ഇങ്ങോട്ട് നോക്കരുത്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ദെൻ ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഈ കിട്ടിയ ഇൻ്റഗ്രലിൻ്റെ ഇൻ്റഗ്രൽ എടുക്കണം. അപ്പോൾ ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് എ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ മൈനസ് എ സ്ക്വയർ ആണ്. ആൾറെഡി അവിടെ ആരുണ്ട്? ഒരു മൈനസ് എ സ്ക്വയറും ഉണ്ട്. അപ്പോൾ എന്തായിട്ട് മാറി? എ റേസ് ടു 4 ആയിട്ട് മാറി. ദെൻ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 ആയിട്ട് പോകും. 2 ടൈം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയിട്ട് മാറും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആവും. ഇവിടെ കൊടുക്കുമ്പോഴും ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആവും. ഈ ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എക്സ് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 ആവും. ദെൻ ഇവിടെ 0 കൊടുക്കുമ്പോൾ 1 ആവും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പോൾ ആ മൈനസും ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. ദാറ്റ് ഈസ് പ്ലസ് 1 ബൈ എ റേസ് ടു 4 എന്ന് കിട്ടും. ദെൻ ഈ എ റേസ് ടു 4ഉം ഈ എ സ്ക്വയറൂടെ കട്ട് ചെയ്ത് കളയുമ്പോൾ 1 ബൈ എ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം മീൻ എന്ന് പറയുന്നത് 1 ബൈ എ സ്ക്വയർ. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം നമുക്ക് ഈ ടൈപ്പിൽ തന്നെ. ദ പി ഡി എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ ബൈ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് മോഡുലസ് ഓഫ് എക്സ് ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് എക്സ് ബാർ ആൻഡ് സിഗ്മ. ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് വന്നിരിക്കുന്നത്. സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻസ് റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. ഇനി നമ്മുടെ ഈ വൈ നോട്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടേമാണ്. വൈ നോട്ട് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ടേമാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈ വൈ നോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. വൈ നോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. വൈ നോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം. നമുക്കിതിൽ എഫ് ഓഫ് എക്സ് പി ഡി എഫ് ആയതുകൊണ്ട് ഇൻ്റഗ്രേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദെൻ നമ്മുടെ ലിമിറ്റ് എന്ത് തന്നെയാണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് മോഡുലസ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദെൻ ഇതിനൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. ഇ റേസ് ടു മൈനസ് മോഡ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയെ 2 ടൈംസ് ഓഫ് 0 to ഇൻഫിനിറ്റി. ഫുറിയർ സീരീസ് പഠിച്ചപ്പോൾ നിങ്ങൾ ഈവൻ ഫംഗ്ഷനൊക്കെ പഠിച്ചതാണ്. വൈ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയെ 2 ടൈംസ് ഓഫ് 0 to ഇൻഫിനിറ്റി എന്ന് എഴുതാം. 2 ടൈംസ് ഓഫ് 0 to ഇൻഫിനിറ്റി വൈ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മോഡുലസ് മാറ്റി എഴുതാം. മോഡുലസ് ഓഫ് ഇ റേസ് ടു മോഡുലസ് മാറ്റി എഴുതാം. ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി വൈ നോട്ട് കോൺസ്റ്റൻ്റ് ആണ്. 2 ഇൻറ്റു വൈ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ മൈനസ് 1 0 to ഇൻഫിനിറ്റി എന്ന് കിട്ടി. ഓക്കെ,
ദെൻ ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് എന്ത് സംഭവിക്കും? 0 ആവും. 0 മൈനസ് ലോവർ ലിമിറ്റ് e0 ഡിവൈഡ് ബൈ -1. അപ്പോൾ മൈനസും കൂടെ എന്താവും? +1 ആവും. ദാറ്റ് ഈസ് 2 y0 ഈക്വൽ ടു 1, y0 ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. അപ്പോൾ y0ൻ്റെ വാല്യൂ കിട്ടി 1/2 × e മോഡുലസ് ഓഫ് എക്സ് -∞ x എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ ഡെഫിനേഷൻ ഇൻ്റഗ്രൽ -∞ to x ഇൻറ്റു 1/2 × e മോഡുലസ് ഓഫ് എക്സ് dx ഈക്വൽ ടു 0. ഇതൊരു എന്താണ്? ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് തരാം. ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ തമ്മിലുള്ള ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ വാല്യൂ എന്തായി മാറും? 0 ആയി മാറും. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട. ലിമിറ്റ് -∞ to ആണെങ്കിൽ ഓഡ് ഫംഗ്ഷനാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് 0 ആയിട്ട് മാറി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 0 ആയി മാറി. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കൊടുക്കുമ്പം -∞ to x² ഇൻറ്റു 1/2 × മോഡുലസ് ഓഫ് എക്സ് dx. ഇത് ഈവൻ ഫംഗ്ഷനാണ്. x² ഒരു ഈവൻ ഫംഗ്ഷനാണ്. മോഡുലസ് ഓഫ് എക്സും ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? 2 × 0 to x² ഇൻറ്റു 1/2 × x dx എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് 1/2 കോൺസ്റ്റൻ്റ് ആണ്. 1/2 കോൺസ്റ്റൻ്റ് ആണ്. 2ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. ഇനി അടുത്തത് 0 to x² ഇൻറ്റു x dx. ഇൻ്റഗ്രേഷൻ അറിയാൻ പറയാത്തൊരു ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് ഫംഗ്ഷൻ x² ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ e−x ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് e−xൻ്റെ ഇൻ്റഗ്രേഷൻ e−x ഡിവൈഡഡ് ബൈ -1. ദെൻ ഇങ്ങോട്ടേ നോക്കാവേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് x² ഡെറിവേറ്റീവ് 2x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ e−xൻ്റെ ഇൻ്റഗ്രേഷൻ e−x ഡിവൈഡ് ബൈ -1. അപ്പോൾ ഈ മൈനസ് ഇവിടെ ഉണ്ട്. ആ മൈനസ് ഇവിടെ പ്ലസ് ആവും. പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഈ 2xൻ്റെ ഡെറിവേറ്റീവ് 2 ആണ്. ദെൻ ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഇതിൻ്റെ ഇൻ്റഗ്രൽ e−x ഡിവൈഡ് ബൈ -1 0 to ∞. ഇനി ലിമിറ്റ് കൊടുത്ത് നോക്കാമല്ലോ. ലിമിറ്റ് കൊടുത്ത് കൊടുക്കുമ്പോൾ ഏതൊക്കെ വാല്യൂ നിൽക്കുമെന്ന് നോക്കിയേ. ഇൻഫിനിറ്റി കൊടുത്താൽ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 3 ടേമും 0 ആവും. ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ x² ഉണ്ടായതുകൊണ്ട് ഈ ടേം 0 ആവും. ഇവിടെ x ഉണ്ടായതുകൊണ്ട് ഈ ടേം 0 ആവും. ഏത് മാത്രമേ നിൽക്കത്തുള്ളൂ? ഈ ടേം മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ 2 × e−0 ഡിവൈഡ് ബൈ -1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ ആൻസർ ഈസ് -2 എന്ന് വരും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ആ മൈനസും ഈ മൈനസും കൂടെ ചേരുമ്പോൾ പ്ലസ് ആവും. ദാറ്റ് ഈസ് 2. ആൻസർ ഈസ് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത് σ² ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 2 മൈനസ് മീൻ എന്താണ് കിട്ടിയത്? 0 ആണ്. 2 - 0 ഇസ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് വേരിയൻസ് 2 ആണ്. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു √2. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിക്കുക.